Hi friends, welcome to jaya'srecipes. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബിണ്ടി മസാലയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ബിണ്ടി മസാല. ഇതിൻ്റെ മസാലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറെ ബിണ്ടി മസാലയൊക്കെ ചപ്പാത്തി കറികൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ ചപ്പാത്തി കറി ബിണ്ടി മസാല ജയാസ് റെസിപ്പീസ് നിങ്ങൾ ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷായ വെണ്ടയ്ക്ക നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിടുക, എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ തൊലി കളയാൻ പറ്റാത്ത വെജിറ്റബിൾസ് നമ്മൾ പെസ്റ്റിസൈഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോപ്പ് വെള്ളത്തിൽ കഴുകുകയാണ്. കാരണം ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചാലൊന്നും പെസ്റ്റിസൈഡ്സ് പോവില്ല. അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളും അങ്ങനെയാണ് പറയുന്നത്. ഉപ്പിട്ട് വെച്ചാലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചാലും പിന്നെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളത്തിൽ വെച്ചാലൊന്നും അത്ര പെട്ടെന്നൊന്നും പെസ്റ്റിസൈഡ്സ് പോവില്ല. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് വെള്ളത്തിൽ കഴുകുകയാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. 5 മിനിറ്റ് മതി നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഫാൻ്റെ ചോട്ടിലൊന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണക്കി പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ നീളത്തിലാണ് ഇപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഞാനൊരു 1-2 ടിപ്പ് കൂടി പറയാം. ഇപ്പോൾ ഇത് അരിയുമ്പോൾ ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് വഴുവഴുപ്പ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലെമൺ ജ്യൂസ് കുറച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ വഴുവഴുപ്പ് ഉണ്ടാവില്ല. അതൊരു ടിപ്പ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ പറയുക, തുണി കൊണ്ട് തുടച്ചാൽ മതി. അത് വേറൊരു ടിപ്പ്. പിന്നെ അതുപോലെ ഞാൻ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് തൈര് ചേർത്താൽ മതിയെന്ന്. കുറച്ച് പുളിയുള്ള തൈര് ഒരു ചെറിയ സ്പൂൺ ചേർത്താലും മതിയെന്ന്. അപ്പോൾ അതൊക്കെ അപ്പോൾ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ കത്തിയുടെ മീതെ ഈ വഴുവഴുപ്പ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മുറിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കത്തിയുടെ മീതെ ആ വഴുവഴുപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തിയുടെ മീതെ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടിയാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറവാ ചേർക്കണം. ചില ആൾക്കാർക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയൊരു സവാള ചേർക്കാം. നല്ല ചെറുതായി അരിഞ്ഞ ഒരു വലിയ സവാള തന്നെ ചേർക്കണം. ഇതിലേക്ക് ഒരു നുള്ള് കായം, നമ്മുടെ സാമ്പാർ കായപ്പൊടി ഇല്ലേ, അത് ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് ചേർത്താൽ മതി. അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. കൂടി പോകുന്നരുത് കേട്ടോ, ഒരു നുള്ള് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയിടാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അത്ര വേണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. പക്ഷേ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും. ഇതിൽ നമ്മൾ വെളുത്തുള്ളി തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
പിന്നെ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന്, കാരണം നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ എരിവിനനുസരിച്ച് മതി ചേർക്കുക. അപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിനൊക്കെ കുറച്ച് കുറവായിട്ട് ചേർക്കാം. ഇപ്പം നിങ്ങൾക്ക് മസാല കരിയുന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാനിത് ഇതിൽ പാനിൽ ഞാൻ സ്റ്റീലിൻ്റെ സ്പൂണ് ഉപയോഗിക്കാതിരിക്കാൻ കാരണം ഇപ്പോൾ വീഡിയോയിൽ വല്ലാതെ ശബ്ദം വരും. അപ്പോൾ പല ആൾക്കാരും അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വുഡൻ സ്പൂൺ തന്നെ എടുത്ത്. ശരിക്കും നമ്മൾ കാസ്റ്റ് അയണിൻ്റെ ഇതിൽ വുഡൻ സ്പൂണ് സാധാരണ ഉപയോഗിക്കാറില്ല, കാരണം അത് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഈ വുഡൻ സ്പൂണല്ലേ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനിത് ഇനി ആർക്കും ഡിസ്റ്റർബ് ആവണ്ട വിചാരിച്ചിട്ട്, ശബ്ദം കാരണം പ്രോബ്ലം ആവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വുഡൻ സ്പൂൺ തന്നെ യൂസ് ചെയ്യാൻ കാരണം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ നല്ലത്. എപ്പോഴും പറഞ്ഞ പോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭിണ്ടി മസാലയാണത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എണ്ണയ്ക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പച്ചക്കറി വേവിക്കുമ്പോൾ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. പച്ചക്കറികളുടെ പച്ച നിറം കുറച്ച് ആണ് കുക്ക് ചെയ്യുമ്പോൾ അത് നഷ്ടമായി പോകാറുണ്ട്. പിന്നെ അത് കാണുമ്പോൾ നമുക്കൊരു ലുക്ക് ഉണ്ടാവില്ല. നല്ല പച്ച കളറൊക്കെ ആകുമ്പോൾ നമുക്കത് കഴിക്കാൻ തന്നെ ഒരു രസമാണ്, കാണാനൊരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പച്ച നിറം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറ് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ്. ഒരു ലേശം മധുരം ഇങ്ങനെ വല്ലാതെ ടേസ്റ്റിലൊന്നും വരരുത്, ഒരു ലേശം ചേർക്കുക. അപ്പോൾ പിന്നെ എന്താ പറയുക, കറിയുടെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് ബാലൻസ് ആവുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറ് റിട്ടേൺ ചെയ്യാനും നമുക്ക് പറ്റും. ഒന്നും കൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ഭിണ്ടി മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയില വിതറാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നമുക്ക് വേറൊരു ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.